ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവക്കാഡോ ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു അവക്കാഡോയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞതാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ളതുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് പഴുത്തിട്ടുള്ളതല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ളതുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത അവക്കാഡോ വേണം എടുക്കാനായിട്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള അവക്കാഡോ നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിനായി ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരയാണ് ഉള്ളതെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. എത്രയാണ് നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലിലാണ് ഞാനിവിടെ ഷേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഷേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.